ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു മധുരമൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കാരമൽ ടേസ്റ്റിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പാൻ വെക്കുക. ആ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. അതിങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്തൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കളർ ചേഞ്ച് ആവാൻ നിൽക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അതാ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് വേഗം ഏതിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 8 സ്ലൈസ് ബ്രെഡ്, 2 മുട്ട, 3 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വാനില എസൻസ് പകരം നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1 കപ്പ് പാലും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് താഴെ നിന്ന് ഇതുപോലെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ മോൾഡിലേക്ക്.